പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ നിന്റെ സഹായം നൽകുക. എൻ്റെ മഹാപുരോഹിതാ, നിന്റെ സഹായം നൽകുക. എൻ്റെ മഹാപുരോഹിതാ, ഉറപ്പിക്കന്നെ എന്നാഥാ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങി ഉണർന്നെൻ്റെ കർത്താവിൻ്റെ പാദപീഠത്തിലിരിപ്പാൻ, അങ്ങയെന്ന് സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, നന്ദി കരേറ്റുവാൻ, ഒരു നല്ല പുതിയ ദിവസത്തിലേക്ക് പ്രവേശിപ്പാനൊക്കെ സ്വർഗം തന്ന ഭാഗ്യത്തിനായിട്ട് നന്ദി അപ്പാ, നന്ദി നന്ദി. ഈ വിശുദ്ധ ദിവസത്തിൽ എൻ്റെ കർത്താവെ ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പോക്കിലെ വരവിലെ വാഹനയാത്ര വഴിയാത്രയിലെല്ലാം കൂടെ ഇരിക്കണമേ. തിരുസാന്നിധ്യത്തിൻ്റെ മറവിലൊന്ന് മറയ്ക്കണമേ. അങ്ങേ ആരാധിക്കുന്ന പകൽക്കാലമാക്കി തീർക്കണമേ. പാപം കൂടാതെ ജീവിപ്പാൻ സഹായിച്ചാട്ട് കർത്താവെ അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്ന പകൽക്കാലമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കട്ടെ കർത്താവേ. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാ. സ്വർഗം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, ഈ നല്ല സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ ഭവനത്തെ തിരുമുൻപാകെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിക്കട്ടെ. ദാനം തന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കട്ടെ. അവരുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസമൊക്കെ സമർപ്പിക്കട്ടെ കർത്താവേ. ജോലിയിലായിരിക്കുന്ന മക്കളെ ഏൽപ്പിക്കുന്നു കർത്താവേ. കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. തന്നിരിക്കുന്ന കൊച്ചു തലമുറകൾക്കായിട്ടൊക്കെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ വസിക്കുന്ന ഭവനത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ. സ്വർഗീയ ദൂതന്മാരാൽ ഞങ്ങളെ കാവൽ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിച്ച് സമാധാനത്തോടെ സൗഖ്യത്തോടെ സൂക്ഷിച്ചാട്ടപ്പാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചാട്ട് അവരുടെ പഠനത്തെ മാനിച്ചാട്ട് കർത്താവേ. കർത്താവിനോട് ചേർന്ന് നടക്കുന്ന പൈതങ്ങളായിരിക്കണം. അപ്പനോട് ചേർന്ന് പഠിക്കുന്ന മക്കളായി തീരണം. എല്ലാ കർത്താവെ, അരുതാത്തതിലൊന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അകപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാടും വീടും വിട്ട് മാതാപിതാക്കളെ വിട്ട് വിദുരിതകളിലൊക്കെ ആയിരിക്കുന്ന ഓരോ മക്കളെയും ചേർത്ത് വയ്ക്കുക കർത്താവേ. ശത്രു ആരെയും കാണരുതേ, ദുഷ്ടപിശാചാരെയും തുടരുതേ. അരുതാത്തതിലൊന്നും അകപ്പെട്ടു പോകല്ലേ. തമ്പുരാൻ്റെ കരം അവരെ ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ബുദ്ധിയോടെ പ്രാർത്ഥനയോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മുൻപോട്ട് ജീവിപ്പാൻ സഹായിച്ചാൽ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് 10, 11, 12 പഠിക്കുന്ന മക്കൾ, ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിന് പഠിക്കുന്ന മക്കൾ കർത്താവേ. OIT, IELTS, ജർമ്മനും പഠിക്കുന്ന മക്കൾ, നീറ്റ് പരീക്ഷയ്ക്കും പ്രൊമട്രി പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന മക്കളെ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ജയം കൊടുത്ത് അനുഗ്രഹിച്ച മക്കളുണ്ട്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത മക്കളുണ്ട്. ഇൻ്റർവ്യൂവിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കളുണ്ട്. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന മക്കൾ, ചില പ്രയാസ ദൂരത്തിന് നടുവിൽ ഞരങ്ങുന്ന മക്കൾ, അങ്ങനെ എല്ലാവരെയും സമർപ്പിക്കുന്നു. നാഥാ, നീ തക്ക സമയത്ത് വഴിവാതിൽ തുറക്കുന്ന ദൈവമാ. ജയത്തോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നടത്തുന്ന ദൈവമാ. അനുഗ്രഹിക്കപ്പെട്ട വഴിവാതിൽ തുറന്നു കൊടുത്ത് മാനിക്കുന്ന ദൈവമാ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്നുവരെയും ഞങ്ങൾ ആഗ്രഹിച്ചതിലും നനച്ചതിലും അത്യന്തപരമായ നന്മ തന്ന് ഞങ്ങളെ നടത്തിയ ദൈവം ജീവിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുക. വീണ്ടും കരുതണമേ, കരുതണമേ, കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി പിതാവേ. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ നല്ല സമയം ഹല്ലേലൂയ കർത്താവേ. ഞങ്ങളുടെ പൈതങ്ങളെല്ലാം അനുഗ്രഹിച്ചിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
പ്രത്യേകിച്ച് കർത്താവേ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ മക്കളെയും സമർപ്പിക്കട്ടെ കർത്താവേ. ആരോഗ്യത്തോടെ ബലത്തോടെ ജോലി ചെയ്തേറിയ പ്രതിഫലം വാങ്ങാൻ എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെയും സമർപ്പിക്കുന്ന കർത്താവേ, അനുഗ്രഹത്തിൻ്റെ ഉറവ് തുറന്നു കൊടുത്ത് ഓരോ മക്കളെയും സഹായിച്ചാട്ട് ദൈവമേ. എല്ലാ വഴിയും വാതിലും തുറക്കണമേ അപ്പാ. തടസ്സങ്ങൾ മുടക്കങ്ങൾ മാറ്റണമേ കർത്താവേ. നിൻ്റെ അത്ഭുത വഴി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ തുറക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം സ്തോത്രം. കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണേ, സമാധാനത്തോടും സന്തോഷത്തോടും ജീവിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കുടുംബജീവിതം ആഗ്രഹിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, തക്ക തുണി ഒരുക്കണം. അവരുടെ വിവാഹം നടക്കുവാൻ സ്വർഗം സഹായിക്കണം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറകളെ നൽകി അനുഗ്രഹിച്ചാട്ട്. ഗർഭിണികളായിരിക്കുന്ന മക്കളെ മാസം തികോളം കൂടി നിന്ന് സഹായിച്ചാട്ട് കർത്താവേ, സ്തോത്രം സ്തോത്രപ്പാ. ഈ സമയം ഹല്ലേലൂയ കടഭാരത്തിന് നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കാൻ കഴിവുള്ള അപ്പൻ്റെ അവരെ സമർപ്പിക്കുന്ന കർത്താവേ. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്ന നാഥാ, സ്വന്തമായി തലചായ്പാൻ ഭവനം ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനം പണിയുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യം ഒരുക്കണമേ. പ്രത്യേകിച്ച് ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ ഭവനം പണിയാൻ ആഗ്രഹിച്ച ഹല്ലേലൂയ ആരംഭിച്ച പണിയെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സ്വർഗത്തിലെ കലവറ തുറന്നു കൊടുത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആമേൻ ആവശ്യമനുസരിച്ച് സ്വർഗമെല്ലാം കരുതി ഒരുക്കി അവരാഗ്രഹിച്ചതുപോലൊരു ഭവനം പണിത് പാർക്കുവാനും ഭാഗ്യം ഒരുക്കിക്കാട്ട് കർത്താവേ. അടിസ്ഥാനമിട്ടവൻ അവിടുന്ന് ആകിയാൽ കർത്താവേ, അതിനെ പണിയണമെന്ന് അടിയനങ്ങിയോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, സ്വല്പം വസ്തു വിൽക്കേണ്ടതായിട്ടുള്ള ആവശ്യത്തിൻ്റെ ഭാരത്തിന് നടുവിൽ പ്രാർത്ഥനയെ ചോദിച്ച ജീവിതമുണ്ട് കർത്താവേ. നീ തക്കതായ ഹല്ലേലൂയ കർത്താവേ ആൾക്കാരെ അവിടെ ഒരുക്കണമേ. നല്ല വില ലഭിപ്പാനും സന്തോഷത്തോടെ കർത്താവേ പൈതലിന് ആഗ്രഹത്തെ നിവർത്തിപ്പാനും സ്വർഗം ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ കർത്താവേ. നീ ആവശ്യക്കാരുടെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവമാ. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടത് നിശ്ചയമാണ്. ഞങ്ങളത് വിശ്വസിക്കുന്നു കർത്താവേ. അവിടുത്തെ മഹത്വം വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം കർത്താവേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും ഓർക്കുന്ന കർത്താവേ, നീ സംരക്ഷകനാകിയാൽ നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ, നന്ദി കർത്താവ്. പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. സുരക്ഷിതമായി യാത്ര ചെയ്ത് കൊണ്ടുവന്നെത്തിച്ച എല്ലാ മക്കൾക്കായി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വീണ്ടും തുടർന്നുള്ള യാത്രകളിലേയും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായിട്ട് നന്ദി പറയുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. പുതിയ നന്മകളും അനുഗ്രഹങ്ങളും കൊടുത്ത് മാനിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഹല്ലേലൂയ. ചില ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ കൂടി വലയുന്ന ജീവിതങ്ങളുണ്ട്, കരയുന്ന ജീവിതങ്ങളുണ്ട്. നാഥാ, നീ അവരുടെ വിഷയങ്ങൾക്ക് ഹല്ലേലൂയ മറുപടിയുമായി ഇറങ്ങണമേ. കഴിഞ്ഞ നാളുകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ട വഴിവാതിൽ തുറന്നു കൊടുത്ത വിഷയങ്ങൾ പരിഹരിച്ച ദൈവമാ. വീണ്ടും ഈ വിഷയത്തെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗം ഈ മക്കളെയും കരുതണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി നന്ദി. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ. എല്ലാ സമാധാനവും തന്ന് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭരണകൂടങ്ങൾക്കായും സ്തോത്രം ചെയ്യുന്നു. ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണേ കർത്താവ്. സുവിശേഷവേലകളെ വേലക്കാരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. പ്രത്യേകിച്ചും കർത്താവേ സ്തോത്രം സ്തോത്രം കർത്താവ്. യുദ്ധങ്ങളിൽ നിന്നും ക്ഷാമങ്ങളിൽ നിന്നും ഭൂകമ്പങ്ങളിൽ നിന്നും മഹാമാരി ജലപ്രളയത്തിൽ വിടുവിച്ചാട്ട് യുദ്ധഭൂമിയൊക്കെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. അപ്പോൾ യുദ്ധത്തിനൊക്കെ അറുതി വരുത്തണേ. അപ്പോൾ അവിടുത്തെ സമാധാനം അയക്കണമേ കർത്താവേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു കർത്താവേ. ദൈവമായ കർത്താവേ, വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നപ്പാ. നിൻ്റെ സമാധാനം ഓരോ മക്കൾക്കും നൽകണമേ. പ്രത്യാശയോടെ മുൻപോട്ട് ജീവിപ്പാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ രോഗികളെയെല്ലാം തിരുമുൻപാകെ ഒന്ന് ഏൽപ്പിച്ചു തരുന്നു. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും ആയിരിക്കുന്നവരുണ്ട് കർത്താവേ. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, നീ സൗഖ്യദായകനാ, കരുണയും മഹാദയയുമുള്ള ദൈവമാ, വിശ്വസ്തനായ കർത്താവാ. എൻ്റെ കർത്താവേ, ആശുപത്രി മുറിക്കുള്ളിലായിരിക്കുന്ന ഓരോ ജീവിതങ്ങളെയും സമർപ്പിക്കുന്നു. ഭവനങ്ങളിൽ കിടക്കയിലായിരിക്കുന്നവരെ ഏൽപ്പിക്കുന്നു. അവിടുത്തെ സൗഖ്യം കാത്ത് കിടക്കുന്ന തൻ്റെ മക്കൾക്ക് വിടുതലിനെ അയച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. ഓപ്പറേഷന് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, ഓപ്പറേഷൻ ചെയ്ത് വിശ്രമിക്കുന്ന മക്കൾ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ഐസിയിലും സിസിയിലും വെന്റിലേറ്ററിലും കിടക്കുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ ക്യാൻസർ രോഗികളെയും കിഡ്നി രോഗികളെയും ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരെ ഏൽപ്പിക്കുന്ന, തലക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, മുഴയാൽ ഭാരമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗാവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നവർ കർത്താവ്, ആസ്മ രോഗികൾ, തൈറോയിഡുള്ളവർ, അലർജിയുള്ളവർ, ദുഃഖസംബന്ധമായ രോഗമുള്ളവർ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ കർത്താവ്, കാലിൻ്റെ അതിവേദനയാൽ നടക്കുവാൻ പോലും കഴിയാതെ ഭാരപ്പെട്ട കരയുന്ന ജീവിതങ്ങൾ സ്വർഗത്തിലെ ദൈവമേ, നിൻ്റെ അദൃശ്യമാർന്ന കരമൊന്ന് തൊടുമാറാകണം. ഡോക്ടർമാർ, വലിയ ഡോക്ടർ നീയാപ്പാ, കാൽവർക്കുസിലെ ഒരു തുള്ളി രക്തം തൻ്റെ മക്കളുടെ മേൽ കുത്തിവയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. നിൻ്റെ സൗഖ്യം അവിടുന്ന് തന്നേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. കാലും നരിയാണിയും ഉറച്ച് തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതിനായി തന്നെ മക്കളെ ഒരുക്കിയേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ.
ദൈവമായ കർത്താവെ, ആസ്മാരോഗികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പനിയാൽ ചുമയാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. കഫക്കെട്ടുകളാൽ ഭാരമുള്ളവരെ സമർപ്പിക്കുന്നു കർത്താവെ. അപ്പോൾ കാഴ്ചയില്ലാത്തൊരു, കേൾവിയില്ലാത്തൊരു, ഓർമ്മയില്ലാത്തൊരു, ബുദ്ധിയില്ലാത്തവരെ സമർപ്പിക്കുന്നു. മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരെ ഏൽപ്പിക്കുന്നു കർത്താവെ. കണ്ണിൻ്റെ ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്നവർ, വേദനയാൽ ഭാരമുള്ളവർ, ചെവിയുടെ ഇൻഫെക്ഷനാൽ വേദനയാൽ ഭാരമുള്ളവർ, പല്ലിൻ്റെ ഇൻഫെക്ഷനാൽ വേദനയാൽ ഭാരമുള്ളവർ കർത്താവെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. അതികഠിനമായ തുമ്മലിൻ്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്നവർ, ജോലി പോലും ചെയ്യാൻ കഴിവില്ലാത്ത പൈതലിനൊക്കെ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ. ദൈവമായ കർത്താവെ, കരുണ തോന്നണമേ, മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ള ജീവിതങ്ങളുണ്ട്. അപ്പോൾ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ട് കർത്താവെ. എൻ്റെ കർത്താവെ, നീ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ സ്തോത്രം. ശരീരമാസകലം അതിവേദനയും നീർക്കെട്ടുമുള്ളവർ കർത്താവെ. ഉറക്കമില്ലാത്ത ജീവിതങ്ങളുണ്ട് കർത്താവെ. ഇവരെല്ലാം പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൈകാൽക്ക് ചലനമില്ലാത്തവർ, വീൽ ചെയറിലും കിടക്കയിലുമായിരിക്കുന്നവർ, സ്വർഗത്തിലെ ദൈവമേ നിര്യാണിപ്പെടുന്നുള്ള കരം വയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവരെ, ബ്ലീഡിങ്ങിൽ നിന്ന് വിടുതൽ കൊടുത്ത ജീവിതങ്ങളെ എല്ലാം ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ, സ്തുതിക്കുന്നു കർത്താവെ. ഈ സമയം ഹാലിന് ചില ടെസ്റ്റുകൾക്കൊക്കെ വിധേയപ്പെടേണ്ട ജീവിതങ്ങളുണ്ട് കർത്താവെ. ഹാലലി, എൻ്റെ കർത്താവിൻ്റെ രക്തം ശരീരത്തിൽ കുത്തിവെച്ചിരിക്കാൻ നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവെ. ഒരു ബാധയും തട്ടാതെ സ്വർഗ്ഗവല്ലവരെ സൂക്ഷിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഹാലലിയ, നന്ദി പിതാവേ, നന്ദി. എല്ലാ പ്രാർത്ഥന വിഷയത്തെയും അപ്പൻ്റെ കരങ്ങളിലോട്ട് ചേർത്ത് വയ്ക്കുകയപ്പാ. നീ അവിടുന്ന് ഞങ്ങൾക്ക് സകലത്തിനും മതിയായ ദൈവമാണ്. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാണ്. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എല്ലാ നന്മയിലും അനുഗ്രഹത്തിലും ഞങ്ങളെ നടത്തണം, സമാധാനത്തോടെ സൂക്ഷിക്കണം, ആവശ്യം പറഞ്ഞ് കരുതണം. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.